ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്ന് തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് നമ്മൾ നമ്മുടെ ഇഷ്യൂവിൽ പോവുകയാണ്, വിഷയത്തിലേക്ക് പോവുകയാണ്. ആ കമ്പനിയുടെ പേര് ശാരദ എനർജി ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ ഈ കമ്പനി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ 2 ദിവസം മുന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്തവർ ദയവായി ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയാൽ ഞാൻ അവിടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഗ്രൂപ്പിലുള്ളവർക്കറിയാം നമ്മൾ നല്ല നല്ല സ്റ്റോക്കുകൾ നല്ല ലെവൽസിൽ നമ്മൾ പഠിക്കാനായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ വീഡിയോ ഒന്ന് ഷോർട്ടായിട്ട് തന്നെ നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. ശാരദ എനർജി മിനറൽസ് എന്ന കമ്പനിയുടെ ബിസിനസ്, അവരുടെ ഫണ്ടമെൻറ്റൽസ് ആൻഡ് അവരുടെ ഫ്യൂച്ചർ ടെക്നിക്കലി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ചാർട്ടിലും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ സിംപ്ലി നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് സ്ട്രെയിറ്റ് നമ്മൾ പറയുകയാണ്. കമ്പനിയുടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വർഷം 1973 ആണ്. ശാരദ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സബ്സിഡിയറി പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ശാരദ എനർജി ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? ഇവർ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റീൽസ്, ഫെറോ അലോയ്സും പിന്നെ പവറാണ്. പവർ എന്ന് പറയുന്നത് പവർ സെഗ്മെൻറ്റിലേക്ക് അവർ ഇപ്പോഴാണ് ഡൈവേഴ്സിഫൈ ചെയ്ത് പോയത്. ഇപ്പോൾ അവിടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം പവർ സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റീൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്? ലോങ് സ്റ്റീൽ പ്രൊഡക്ട്സാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതായത് അയൺ പെല്ലറ്റ്സ്, സ്പോഞ്ച് അയൺ, ബില്ലറ്റ്സ്, വയർ റോഡ്സ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവർ മെയിൻലി ഉണ്ടാക്കുന്നത്. ഇവിടെ റായ്പൂരിൽ അതായത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഇവർക്ക് വലിയൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി തന്നെ 9 lakh മെട്രിക് ടൺ പെല്ലറ്റ്സ്, അല്ലെങ്കിൽ 3.6 lakh മെട്രിക് ടൺ സ്പോഞ്ച് അയൺ, അല്ലെങ്കിൽ ബില്ലറ്റ്സ് ആണെങ്കിൽ 3 lakh മെട്രിക് ടൺ, വയർ റോഡ് ആണെങ്കിൽ 2.5 lakh മെട്രിക് ടൺ ഈ ഒരു വലിയ റേഞ്ചിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഓഫ് മാംഗനീസ് ബേസ്ഡ് ഫെറോ അലോയ്സിൻ്റെ ഇന്ത്യയിലെ തന്നെ വലിയൊരു എക്സ്പോർട്ടേഴ്സാണ് ആൻഡ് പ്രൊഡ്യൂസേഴ്സാണ്. 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അവർക്ക് വിശാഖപട്ടണത്തും ഉണ്ട്, ഒന്ന് റായ്പൂരിലും ഉണ്ട്. പിന്നെ ഇവർ മോസ്റ്റ്ലി ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന തെർമൽ പവർ സെക്ടറിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. 761.50 മെഗാവാട്ട് തെർമൽ പവർ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യ മൊത്തം ആകെ. ഓക്കെ, അതിൻ്റെ ഹൈഡ്രോ പവർ എന്താ പറയുക പ്രൊഡക്ഷനും ഇവിടെ കീഴിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 2024 ഇവർ SKS പവർ എന്ന് പറഞ്ഞ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. അത് 1950 കോടി രൂപയ്ക്കാണ് ഇവർ അക്വയർ ചെയ്തത്. ആ ഒരു അക്വയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 600 മെഗാവാട്ട് കൊമേഴ്ഷ്യൽ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോ കൂടെ അവരുടെ കമ്പനിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണല്ലേ. പിന്നെ ഈ കമ്പനി കൂടുതൽ ഹൈഡ്രോ പവർ പ്രോജക്ട്സിലേക്ക് കൂടെ പോകുന്നുണ്ട്. പല രീതിയിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കമ്പനിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് കമ്പനി ക്യാപ്റ്റീവ് അയൺ ഓർ മൈൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവരിപ്പം ഛത്തീസ്ഗഡിലെ ഒരു മൈൻ അവരെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്, ശാരദ എനർജി മിനറൽസിന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവർക്ക് വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം വരുന്ന ഡൊമസ്റ്റിക് ആയിട്ട് തന്നെയാണ്. 76% ഡൊമസ്റ്റിക്കലി ആണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്. എക്സ്പോർട്ട്സ് നടക്കുന്നത് മോസ്റ്റ്ലി ഒരു 24% ആണ് ഇത് നടക്കുന്നത്. പിന്നെ നമുക്കൊരു എക്സ്പാൻഷൻ പ്രൊജക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പിന്നെ പല രീതിയിലുള്ള മഹാരാഷ്ട്രയിലെ ഒരു ഓറിൻ്റെ ബിഡറായിട്ട് അവർ പ്രഖ്യാപിട്ടിട്ടുണ്ടായിരുന്നു 2023. അപ്പം അതിലും നല്ല രീതിയിൽ അവർ ബിഡ് ചെയ്ത് അവർക്ക് എക്സ്പാൻഷൻ പ്രൊജക്ട്സിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്പനി ഒരു കോളിൻ്റെ പ്രൊഡക്ഷനും ഇവർ മാക്സിമം നോക്കുന്നുണ്ട്, കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഛത്തീസ്ഗഡിൽ തന്നെ 50 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റ് ഇവർ പുതിയതായിട്ട് തുടങ്ങി ഡെവലപ്പ് ചെയ്ത് നടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ട് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അതായത് ഈ റവന്യൂ സ്ട്രീംസ് എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. അതായത് സ്റ്റീല് അങ്ങനത്തെ മേഖലകളിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അവർ കോള് അല്ലെങ്കിൽ പവർ ജനറേഷനിലേക്കും കൂടെ കടന്നതോടെ അവിടെ വരുമാനം ഇരട്ടിക്കുകയാണ്. അതായത് ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തതോടുകൂടി കമ്പനിയുടെ നല്ല നല്ല മാറ്റങ്ങളാണ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കമ്പനിയുടെ നമുക്കിപ്പോൾ ഒരു റിസൾട്ട്, ഈ വന്ന ക്വാർട്ടർലി റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. എക്സലൻറ്റ് റിസൾട്ടാണ് വന്നത്. നിങ്ങളിവിടെ നോക്കുക അറിയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾ ജൂൺ 2025 1633 കോടിയുടെ സെയിൽസാണ് ഇപ്പോൾ വന്ന ക്വാർട്ടർ റിസൾട്ടിൽ ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നത്. അതായത് അത് കഴിഞ്ഞ മാർച്ചിലായിരുന്നപ്പോൾ വെറും 1239 ആയിരുന്നു. അവിടെ നിന്നും മോസ്റ്റ്ലി ഒരു 400 crores എങ്കിലും ഇൻക്രീസ് അവർ സെയിൽസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അവരുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 1016 കോടിയാണ്.
പിന്നെ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് ഒന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 437 crores ആണ്. അതായത് 100 കോടിയിൽ നിന്ന് 437 crores ആയിട്ട് ഒരു ക്വാർട്ടറിൽ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മാറ്റമാണ്. കമ്പനി അത്രയും ബിസിനസ് മാർക്കറ്റിൽ പിടിക്കുന്നുണ്ട്. സെയിൽസ് നോക്കിയേ, മാർച്ചിൽ 4643 കോടിയുടെ സെയിൽസ് അവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് അത് 2024 മാർച്ചിൽ നോക്കുകയാണെങ്കിൽ 3868 കോടിയിൽ നിന്ന് 4643 കോടിയിലേക്കാണ് ഇവിടെ സെയിൽസ് മാറ്റിയത്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 702 crores ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ട ബാലൻസ് ഷീറ്റാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ അവർക്ക് 35 crores ഉണ്ട്. റിസർവ് ആയിട്ടുള്ളത് 6251 കോടിയാണ്. അത് കൂട്ടിയിട്ടുണ്ട്, റിസർവ് അവർ കൂട്ടിയിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ഫിഗറാണ്. ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 886 കോടിയാണ് അവർ കിട്ടിയിട്ടുള്ളത്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് -2132 ആണ്. ഓക്കെ, അത് നമ്മൾ വലിയ കൺസേൺ ആക്കേണ്ട ആവശ്യമില്ല. ഡെപ്റ്റർ ഡേയ്സ് ഇത്തിരി കൂടിയിട്ടുണ്ട്, അതൊരു കൺസേൺ ആണ് കേട്ടോ. 17 എന്നുള്ള രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ അത് ഓക്കെയാണ്, ഇത്രയും സെയിൽസ് കിട്ടുകയല്ലേ. അപ്പോൾ അതൊരു ഓക്കെ ആയിട്ട് ഓക്കെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 73.16 കഴിഞ്ഞ 3 വർഷമായിട്ട്, അതായത് 2024 തൊട്ട് 73.16% ആയിട്ട് ശാരദ എനർജി മിനറൽസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIAs നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 3.46% ആയിരുന്നു. അവിടെ നിന്ന് ലേശം കയറി 3.83% അവരുടെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 19.21% മാത്രമാണ്. ആൻഡ് DIAs നോക്കുകയാണെങ്കിൽ അവരും കുറച്ച് ഷെയർസ് കൂട്ടിയിട്ടുണ്ട്. 3.81% ഹോൾഡ് ചെയ്യുന്നുണ്ട് ശാരദ എനർജി മിനറൽസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് എല്ലാം വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് DIAs FIAസും കൂട്ടിയിട്ടുമുണ്ട് ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ നമുക്ക് അവരുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ ശാരദ എനർജിയുടെ ചാർട്ട് നോക്കാം. ശാരദ എനർജിയുടെ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ ദിവസമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ടേ ഒരു ചെറിയ റേഞ്ച് ബൗണ്ടാണ് സ്റ്റോക്ക് അല്ലേ. നല്ല ഒരു ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡിന് ശേഷം മാർക്കറ്റ് ഒരു ബേസ് തന്ന് ആ ബേസിൽ നിന്ന് ഈ സ്റ്റോക്ക് നല്ല റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളിനി പ്രതീക്ഷിക്കേണ്ട ഒരു പ്രൈസ് ആക്ഷൻ എന്തായിരിക്കണം? അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒരു 3-4 ദിവസം ഈ സ്റ്റോക്ക് ഒന്ന് കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ ഒരു ചെറിയ ക്യാൻഡിൽസ്, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വീണ്ടും ഒരു ട്രേഡിംഗ് എൻട്രി കിട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ചാടി കയറി ഒരു സ്റ്റോക്കിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് ചാടി കയറി നമ്മൾ ട്രേഡ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ഈ സ്റ്റോക്ക് ഇപ്പം നല്ല രീതിയിൽ അപ്സൈഡ് പോയി. അപ്പോൾ ഒരുപാട് പേര് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഒരു പ്രൈസ് ബുക്കിംഗ്, അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പുൾ ബാക്ക് കിട്ടും. അപ്പോൾ പുൾ ബാക്കിൽ കുറച്ചും കൂടെ സേഫ് എൻട്രീസ് കിട്ടുമെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ ഈ ബോക്സ് ഈ കൺസോൾട്ടേഷനിലല്ല ബ്രേക്ക് ചെയ്തത്. ചിലപ്പോൾ ഈ 467 എന്ന റേഞ്ചിലായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പുൾ ബാക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ്ലി ഈ സ്റ്റോക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. അതിൻ്റെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്തിനി പുതിയതായിട്ടുള്ള ട്രേഡ്സൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷേ എന്താ, നമ്മൾ ചാടിക്കയറി സ്റ്റോക്ക് കൊടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസും വലുതാവും. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഇപ്പോൾ നമുക്ക് കുറച്ച് വാച്ച് ചെയ്യാം. ഒരു 3-4 ദിവസം ഇതിനെ ഈ ഒരു ട്രേഡ്, ഈ ഒരു ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത ശേഷം മാത്രം നമുക്ക് പുതിയ എൻട്രീസൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു നല്ലൊരു ബേസ് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യമെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ട്രേഡിംഗ് പോലെ ഇരിക്കും. അപ്പോൾ ചാർട്ട് ബേസിക്കലി ഇതാണ്. നല്ല മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 652 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് വരുന്ന മന്ത്സിൽ മൂവ് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ് എൻട്രി നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. അപ്പം സേഫ് എൻട്രി വരുമ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് നമുക്കിന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനുള്ളത്. കൂടുതൽ ബോറാക്കുന്നില്ല. വേറെ നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. താങ്ക് യു.